ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നോമ്പ് 13 വിശേഷങ്ങളാണ് ട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വെള്ളം ഉണ്ടാക്കി വെക്കാം കേട്ടോ. എന്താ വെച്ചാൽ തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നാരി സർബത്തായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കസ്കസും വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ സച്ച റിച്ചും ഇവിടെ അങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അവർക്ക് സ്കൂളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളെ കൊച്ചു സ്വർഗ്ഗത്തിലെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് കാണിച്ചു തരുന്നത്. പിന്നെ ഞാൻ ഇപ്പം ഇന്ന് കൊണ്ട് ഉണ്ടാക്കാൻ പോണ കടി എന്താണെന്ന് വെച്ചാൽ നൂൽപുട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിരുന്നു നൂൽപുട്ട് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഞാൻ വിളിച്ചത് നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് കേട്ടോ. പിന്നെ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയ നല്ല അടിപൊളി പൊടിയാണ് കേട്ടോ. ഞങ്ങൾ പാക്കറ്റിൻ്റെ പൊടിയായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പച്ചരി ഇല്ലാത്തതുകൊണ്ട് പാക്കറ്റിൻ്റെ പൊടി ഇട്ടോ. നല്ല പൊടി കേട്ടോ. നല്ല സോഫ്റ്റാണ് കേട്ടോ. പിന്നെ പത്തിരി ആയാലും പിന്നെ ഇടിയപ്പം ആയാലും ഒക്കെ തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാക്കാം ഞാനിവിടെ പിന്നെ മാവൊക്കെ ഒന്ന് കുഴച്ചെടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ലൂസിൽ തന്നെ കേട്ടോ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അച്ചിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഉരുളകളാക്കി ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ എന്താക്കുക നമ്മളെ ഇഡ്ഡലി ചെമ്പിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ അതിലേക്ക് അങ്ങനെ ഈച്ചി കൊടുത്തത് നല്ല നൂല് പോലെ ഇട്ടുണ്ടാവുന്നത്. കാരണം നല്ല ചെറിയ പിന്നെ ഓട്ടയാണ് കേട്ടോ അതിന്. അപ്പോൾ നൂല് പോലെ ഇട്ട കാണുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. അങ്ങനെ ഇതിരിക്കും ചെറുപയർ കറി ഇവിടെ പിന്നെ കുക്കറിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ 4 വിസിലടുപ്പിച്ചപ്പോൾ ഉണ്ടാക്കി നല്ല ചെറുപയർ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊന്ന് ഉള്ളിയിൽ വറവിടാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ പിന്നെ ഇത് ആവിയൊക്കെ വന്നതൊന്ന് വെന്തോ നോക്കാൻ വേണ്ടിയിട്ട് തോന്നും. അപ്പോൾ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതൊക്കെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് തട്ടണം കേട്ടോ. പിന്നെ ഇതിങ്ങനെ വാങ്ങി വെക്കാനൊന്നും ഇവിടെ ഒരു മേശയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ. അപ്പം ഞാനിതാ ഒന്ന് ഗ്യാസിൽ നിന്ന് വെക്കുന്നുണ്ട്, ഒന്ന് കുക്കർ പിന്നെ ഞാനിവിടെ ഇതാക്കണം വറവിടാൻ വേണ്ടിയിട്ട് അങ്ങനെ തുറന്ന് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ എന്താക്കി ഒന്നും വെച്ചു കേട്ടോ. അങ്ങനെ ഇതേ നമുക്ക് പിന്നെ അങ്ങനെ നമ്മൾ പാത്രത്തേക്ക് തട്ടുമ്പോഴത്തേന് ഇത് നമ്മളെ പാത്രത്തിൽ നിന്ന് വേഗം പോരുന്നുണ്ട് കേട്ടോ. കാരണം അടിയിലൊന്ന് എണ്ണ തേച്ച് കൊടുത്തിന് കേട്ടോ. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടത്. അങ്ങനെ പിന്നെ നമ്മൾ ഉള്ളി ഇവിടെ മൂത്തുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ഇതാക്കണം ഇപ്പോൾ കറിവേപ്പിൻ്റെ ഇല ഇട്ടുകൊണ്ട് എന്താക്കി ചെറുപയർ അതിലേക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ ചെറുപയർ കറിയും ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താക്കുക വീണ്ടും നമ്മൾ നൂൽപുട്ടൊന്നും കൂടി ഉണ്ടാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് 2 തട്ടും ഇതിൽ പിന്നെ ഇട്ട് കൊടുത്തിട്ടോ. അങ്ങനെ നൂൽപുട്ട് ഫുള്ളായിട്ട് ഞാനിവിടെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ എണ്ണക്കടി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പഴംപൊരിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നേരത്തെ മാവ് കൂട്ടി വെച്ചിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ പഴമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഞാൻ എപ്പോഴും ഞാനിങ്ങനെ ഒരു പഴം 2ആക്കി മുറിച്ചിട്ട് അങ്ങനെയായിട്ട് ഉണ്ടാക്കൽ. പിന്നെ ചെറിയ പഴംപൊരിയായിട്ട് ഇതിപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇതിപ്പോൾ നല്ല വലിയ ഇതിൽ തന്നെയാണ് കേട്ടോ ഞാൻ പൊരിച്ചെടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും അങ്ങനെ തന്നെ ആകുമ്പോൾ പിന്നെ ഒരു മടുപ്പാട്ടോ. പിന്നെ ഇപ്പോൾ നോമ്പല്ല, അപ്പോൾ ഞാൻ വിളിച്ചത് അങ്ങനെ ഉണ്ടാക്കാൻ. പിന്നെ ഇത് നമ്മൾ പാൽച്ചായക്ക് റെഡിയാക്കാൻ വേണ്ടി ഇവിടെ വെച്ചിരിക്കണം കേട്ടോ. അങ്ങനെ പാൽച്ചായ റെഡി ആയിക്കണം കേട്ടോ. ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഫ്രൂട്ട്സ് പിന്നെ കട്ട് ചെയ്യണം. അത് നമ്മളെ ഡ്യൂട്ടി അല്ല കേട്ടോ, അത് മുത്തുമോൻ്റെ ഡ്യൂട്ടി ആട്ടോ. ഓനുണ്ടെങ്കിൽ പിന്നെ ഓനാട്ടോ ഇവിടെ വെള്ളം ഉണ്ടാക്കലും. വെള്ളം ഓൾറെഡി നേരത്തെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ ഫ്രൂട്ട്സ് കട്ട് ചെയ്യണം. ഓന് ഇന്നിപ്പോൾ വത്തക്കയും മാങ്ങയും മുന്തിരിയും ഉണ്ട്, ഒരു ആപ്പിളും ഉണ്ട് കേട്ടോ. ഉണ്ടാകുമ്പോൾ പിന്നെ അങ്ങനെയാണ് കേട്ടോ, ഇല്ലെങ്കിലും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ പിന്നെ അതേ ഓനെന്നെ ഒക്കെ പാത്രത്തൊക്കെ അരിഞ്ഞാണ്ട് ഇവിടെ അങ്ങനെ പിന്നെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഓനുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടി അറിയണം. ഇനിയിപ്പോൾ ഇവിടെ ഇത്രയും പെരുന്ന് കിടക്കണില്ല, ഇതൊക്കെ ഓനെന്നെ നന്നാക്കട്ടെ. ഈ ഒരു പരിപാടി കഴിഞ്ഞാൽ എന്താക്കും, ഇത് നേരെ ഫ്രിഡ്ജ് കൊണ്ടുപോയേക്കും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും, ഇവിടെയൊക്കെ വേസ്റ്റൊക്കെ വേറെ ഭാഗത്തൊക്കെ കൊണ്ടുപോയി വെച്ചാണ്ട് എന്താക്കും പിന്നെ ഓനെന്നെ തുടച്ച് നന്നാക്കി വൃത്തിയാക്കിയേക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് ഞങ്ങൾക്ക് നോമ്പ് തുറക്കാനുള്ള സമയമായി. അങ്ങനെ അത് ഞങ്ങളെല്ലാവരും ഇവിടെ മേശമ്മ കൊടുന്നിട്ട് വെച്ചിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് നോമ്പ് തുറന്നു കേട്ടോ. പിന്നെ കാക്കല്ല കേട്ടോ, കാക്ക പിന്നെ പണിക്ക് പോയതുകൊണ്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ 4 പേരും നമ്മളെ 13ാമത്തെ നോമ്പ് ഇവിടെ തുറന്നു കേട്ടോ. അപ്പോൾ എന്താ ഇവിടെ റിച്ച്മോൻ്റെ കലാപരിപാടി എന്താ പറയുക, കുറേ തിന്ന് കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങനെ കാട്ടണം കേട്ടോ. പക്ഷേ അത് ഓനെന്നെ തിന്നു കേട്ടോ, നശിപ്പിച്ചൊന്നും കളിയൊന്നുമില്ല. അപ്പോൾ മുന്തിരി എടുത്തങ്ങാണ്ട് ഗ്ലാസിൻ്റെ മേലെ അങ്ങനെ കുത്തി കൊടുത്ത് കിട്ടും. എന്നിട്ട് അതങ്ങനെ കടിച്ച് തിന്നുക ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഓൻ്റെ ഓരോ കലാപരിപാടിയല്ലേ, എന്നാൽ പിന്നെ അതൊക്കെ നടക്കട്ടെ വിചാരിച്ചിട്ടോ. അങ്ങനെ ഇതൊക്കെ അങ്ങനെ ഒരു ഏകദേശം കാലിയാക്കിട്ടോ. പിന്നെ ഇന്ന് തരി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, എപ്പോഴും തരി ഉണ്ടാവും കേട്ടോ. അങ്ങനെ പക്ഷേ മക്കൾ ഒരാൾ ഇല്ലെങ്കിൽ ഭയങ്കര ഇടങ്ങേറാട്ടോ ഇവിടെ. അങ്ങനെ എല്ലാവരും ഉണ്ടായതുകൊണ്ട് നല്ല രസം കേട്ടോ അതൊക്കെ. അങ്ങനെ പിന്നെ നമ്മൾ നോമ്പിൻ്റെ തുറക്കണ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതേ നമ്മളെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ചായയൊക്കെ കുടിക്കുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഇതേ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് നൂൽപുട്ടൊക്കെ കൂട്ടി. അതിൻ്റെ ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ കാക്ക പറയുന്നത് നമ്മൾ ഐസ്ക്രീം ഉണ്ട് അതെടുത്തിട്ട് തിന്നുമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ അതും പൊട്ടിച്ചും കണ്ടെന്താക്കി മക്കൾക്കൊക്കെ അത് കൊടുത്ത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് അതും തിന്നു കേട്ടോ. അങ്ങനെ പിന്നെ ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടോ. അങ്ങനെ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ 13ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സാധാരണ രീതിയിലുള്ള നോമ്പ് തുറ കേട്ടോ. താങ്ക് യു.